ഇറാൻ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാനേക്കാൾ എന്തുകൊണ്ട് മുൻകൈ എടുക്കേണ്ട രാജ്യം ഇന്ത്യ തന്നെയാണ്. എന്നാൽ ഇന്ത്യ ഇതിനോടായി തന്നെ ഇതുവരെ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുവാനും സമാധാനം കൊണ്ടുവരുവാനും ഇന്ത്യ മുൻകൈ എടുക്കണമായിരുന്നു എന്ന് വ്യക്തമാക്കിയപ്പോൾ കോൺഗ്രസ് എം പി ശശി തരൂർ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് പരിശോധിക്കാം. മേഖലയിൽ സമാധാനമുണ്ടാക്കാൻ ഇന്ത്യ മുൻകൈ എടുക്കണമെന്ന് ഞാൻ 10 ദിവസമായി തന്നെ പറയുന്നു. സർക്കാർ ഇതുവരെ പരസ്യമായി അതിന് മുതിർന്നിട്ടില്ല. രഹസ്യമായി അത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പാകിസ്ഥാന് മധ്യസ്ഥതയ്ക്ക് മുൻകൈ എടുക്കുന്നതിനെ ആ ഒരു പത്രത്തിൽ ഈ ഒരു കാര്യം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരവസരം നഷ്ടപ്പെട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നയതന്ത്രം പാകിസ്ഥാനേക്കാൾ മെച്ചപ്പെട്ടതല്ലേ എന്നും നമ്മളല്ലേ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കൊണ്ടുവരേണ്ടിയിരിക്കുന്നത് എന്നതാണ് അദ്ദേഹം ചോദ്യചിഹ്നമായി ഉന്നയിക്കുന്നത്. പാകിസ്ഥാനിലാണ് അവിടെ ഇരു രാജ്യങ്ങളുടെയും മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നതെന്ന വാർത്ത സത്യമാണ് എങ്കിൽ എനിക്ക് തോന്നുന്നത് അത് ഇന്ത്യയുടെ നഷ്ടമായ അവസരം തന്നെയാണ് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വിഷയത്തിൽ ഇടപെടാതിരുന്നത് മൂലം ഇന്ത്യയുടെ അവസരം നഷ്ടപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഇവിടെ എടുത്ത് അടിവരയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇറാനിൽ US-ഉം ഇസ്രയേലും നടത്തുന്ന യുദ്ധം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ഇത് പലർക്കും വലിയ ദോഷം ചെയ്യും. ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. ഇത് നമ്മുടെ രാജ്യത്തും അനുഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ് എന്നും പക്ഷേ പാചകവാതകം നമ്മുടെ അടുക്കളയിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ വേണ്ടത് സമാധാനമാണ്. അത് നമ്മൾ നയതന്ത്രപരമായ സാധ്യതകൾ, അതായത് ഡിപ്ലോമാറ്റിക് വയബിലിറ്റി, അത് നിലനിർത്തണമെന്നാണ് തരൂർ ഇവിടെ വ്യക്തമാക്കുന്നത്. ഇറാനിലെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി വധിക്കപ്പെട്ടപ്പോൾ ഇന്ത്യ അപലപിക്കണമെന്നല്ല, അനുശോചിക്കണം എന്നതാണ് ഞാൻ ആവശ്യപ്പെട്ടത്. യുദ്ധം എന്തായാലും നടക്കുന്ന സ്ഥിതിക്ക് അമേരിക്കയെയും ഇസ്രയേലിനെയും അപലപിക്കാൻ കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ല എങ്കിൽ നമ്മുടെ അയൽ രാജ്യങ്ങളിലെ ഉന്നതരായ ഒരു ആത്മീയ നേതാവ് മരണപ്പെടുമ്പോൾ നമുക്കൊരു വാക്ക് പറയാമായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ താജ്മഹലൊക്കെ കൊണ്ടുപോയ ഇറാനിയൻ ക്രെഡിറ്റ് മുങ്ങി മരിച്ചപ്പോൾ നമുക്ക് ദുഃഖം പറയാമായിരുന്നു. ഇത് രാഷ്ട്രീയമായ പക്ഷം ചേരലല്ല, അനുശോചനം അത് സുതാര്യമായത് മാത്രമാണ്. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ശക്തിയായി തന്നെ കാണണമായിരുന്നുവെന്നും അപലപിക്കുക എന്നത് പറഞ്ഞാൽ രാഷ്ട്രീയ നിലപാട് എടുക്കുകയാണ്. അത് ചെയ്യാൻ സർക്കാർ ആഗ്രഹിച്ചില്ല എന്നതാണ് ഇവിടെ തരൂർ എടുത്തു ചൂണ്ടിക്കാട്ടുന്നത്. അതേപോലെ തന്നെ കോൺഗ്രസിനകത്തെ വിഷയങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചാലും ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഞാനും കോൺഗ്രസ് പ്രസിഡന്റും നമ്മുടെ പ്രതിപക്ഷ നേതാവും കൂടിയിരുന്ന് സംസാരിച്ചു, പറയാനുള്ളതെല്ലാം പറഞ്ഞു. വിഷയങ്ങളും വിഷമിക്കുന്ന ഈ ഒരു വിഷയങ്ങളും ഒക്കെ തന്നെ സംസാരിച്ച് തീർത്തുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ 1978 ഐക്യരാഷ്ട്രസഭയിൽ പോയ കാലം മുതൽക്കേ തന്നെ ഞാൻ അന്താരാഷ്ട്ര രംഗത്ത് പ്രവർത്തിക്കുകയാണ്. 50 വർഷമായി തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്നും ലോകം കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ചില വിഷയങ്ങളെക്കുറിച്ച് സ്വന്തം അഭിപ്രായമുണ്ട് എന്നും പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുകയോ പാർട്ടിക്കെതിരെ സംസാരിക്കുകയോ പാർട്ടിയെ ഉദ്ദേശിക്കുകയോ ഒന്നുമല്ല എന്നും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ചോദിക്കുമ്പോൾ അത് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.